കേരളത്തിൽ കഴിഞ്ഞ 8-9 വർഷമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ ഇത്രയധികം എഴുത്തിക്കാട്ടുന്ന ഒരു സമരം വേറെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഇടതുപക്ഷ സർക്കാർ ഒരു തൊഴിലാളി വർഗ സർക്കാരല്ല എന്നുള്ളൊരു നിലപാടൊന്നും എനിക്കില്ല. നല്ല രീതിയിൽ തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സർക്കാർ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്താണ് ഈ 450 വരുന്ന അമ്മമാർ അതിന് മുൻപിൽ സമരം ഇരിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ കാണുക എന്നുള്ളതാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വർഷം എന്നുള്ള നിലയ്ക്ക് 2025-26 കാലയളവിൽ ഇതുപോലെ ഒരു സമരം കേരളത്തിൽ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്ന് ഡൽഹിയിൽ പോയി തിരിച്ചു വരുന്ന വീണ ജോർജ് പത്രക്കാരെ കാണുന്ന സമയത്ത് മന്ത്രി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ വ്യക്തിപരമായി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നുള്ളതാണ്. ഈ ഉണ്ണി സാർ നേരത്തെ പറഞ്ഞത് ഇതൊരിക്കലും വ്യക്തിപരമായി വീണ ജോർജിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു സമരമേ അല്ല. ഒരിക്കലും അങ്ങനെ അതിനെ കാണാനും പാടില്ല. അവർ കേരളത്തിൻ്റെ ഒരു ആരോഗ്യമന്ത്രിയാണ്, അവർ ശിശുക്ഷേമ മന്ത്രിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കീഴിൽ വകുപ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം അവരാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ അവർ ഒന്നിലേക്ക് പഠിക്കണം. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് കുറേ വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള അവർക്ക് മാധ്യമപ്രവർത്തനത്തിൻ്റെ ശൈലി നല്ല രീതിയിൽ അറിയാം. അവരങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റതിരിഞ്ഞ് മാധ്യമങ്ങളെ ആക്രമിച്ചതുകൊണ്ടോ ഈ സമരം ഇല്ലാതാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ ഈ മന്ത്രിസഭയുടെ ഭാഗമാണ്.